ഇനി മറ്റൊരു റിപ്പോർട്ട്. കണ്ണൂർ വാരത്ത് വിവാഹാഘോഷം അതിരുവിട്ടതിൽ പോലീസ് നടപടി. ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് വരനും 25 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. കല്യാണാഘോഷത്തിന്റെ ഭാഗമായി 1 മണിക്കൂറിലേറെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ഒട്ടകത്തിലോ മറ്റൊക്കെ ആയിരുന്നു എഴുന്നള്ളിപ്പല്ലേ? ഈ 1 മണിക്കൂറൊക്കെ ഗതാഗതം തടസ്സപ്പെടുത്തി ഇങ്ങനെ ഒരു ആഘോഷം നടത്തുമ്പോൾ ഇത് ശരിയല്ല എന്ന് തോന്നി ഒരുത്തിനും ഇല്ലായിരുന്നു ആ കൂട്ടത്തിൽ? ദിവിഷ്, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കണ്ണൂർ ഭാരത്തായിരുന്നു വധുവിന്റെ വീട്. മലപ്പുറം സ്വദേശിയാണ് വരൻ. ഈ വധുവിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് 100 മീറ്റർ അപ്പുറത്തുനിന്ന് ഒട്ടകപ്പുറത്തേറി എത്തിയതൊപ്പം തന്നെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. മേളങ്ങളുടെ ആഘോഷം, അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ വരനെ ഈ വധുവിന്റെ വീട്ടിലേക്ക് ആനയിച്ചെത്തിയത്. ആ സമയത്ത് പ്രധാനപ്പെട്ട റോഡാണ്, പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് അടക്കം പോകുന്ന റോഡിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് പോകാൻ തയ്യാറായവർക്ക് പോകാൻ കഴിയുന്നില്ല. ബസ്സുകളൊക്കെ വലിയ രീതിയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ടപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. തുടർന്ന് ചക്കരക്കൽ പോലീസ് എത്തി വരനെ ആ ഒട്ടകത്തിന്റെ പുറത്തു നിന്നും താഴേക്കിറക്കുകയും അവിടെ ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. പിന്നീട് ആദ്യം കേസെടുക്കാൻ ചക്കരക്കൽ പോലീസ് തയ്യാറായില്ല. പിന്നീട് ഇന്നാണിപ്പോൾ വരൻ റുസ്വാനും 25 സുഹൃത്തുക്കൾക്കുമെതിരെ ഇപ്പോൾ ഗതാഗത തടസ്സപ്പെടുത്തിയതിന് അന്യായമായി കൂട്ടം ചേരുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തതിന് ഇപ്പോൾ ചക്കരക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ആ സമയത്ത് 1 മണിക്കൂറോളം നേരം ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. വലിയ ആഘോഷം തന്നെ നടു റോഡിൽ അരങ്ങേറി. പക്ഷെ ആരും തന്നെ ഇതിനെ തടസ്സപ്പെടുത്തിയില്ല. പിന്നീട് ഈ വധുവിന്റെ മഹല്ല് കമ്മിറ്റി അടക്കം ഇതിനെതിരെ ഇതൊരു ആഭാസമായ ഒരു ആഘോഷമായിരുന്നു എന്ന വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 25 പേർക്കെതിരെ, വരനടക്കം 25 പേർക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. 1 മണിക്കൂറൊക്കെ റോഡ് തടസ്സപ്പെടുത്തി വിവാഹാഘോഷം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടി നിന്നവന്മാരെയൊക്കെ എന്തായാലും പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. 25 പേർക്കെതിരെ, വരനടക്കം 25 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.